ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ഉണ്ടാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അരി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും സ്വല്പം ഓയിലും ചേർത്ത് കഴുകി 20 മിനിറ്റ് കുതിർത്ത് വെച്ച ബിരിയാണി അരി അതിലേക്കിടാം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് വേവാകുമ്പോൾ വെള്ളം വാർന്ന് തണുക്കാനായി മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയില്ലെങ്കിലും ഈ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ സ്വല്പം ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് പുഴുങ്ങിയ മുട്ട വരഞ്ഞ് അതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ചെറിയ 2 പീസ് പട്ട, 4 ഗ്രാമ്പു, 3 ഏലക്ക ചേർത്ത് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് 2 പച്ചമുളകും ചേർത്ത് വഴറ്റി 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് തക്കാളി വെന്തുടഞ്ഞാൽ 1 ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും ചേർത്ത് സ്വല്പം കറിവേപ്പിലയും ചേർത്ത് വഴറ്റാം. ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ചോറിന് ഉപ്പ് ചേർത്തതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം മാഗി ക്യൂബ് കൂടി ചേർത്ത് വഴറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിലേക്കിട്ട് സ്വല്പം നാരങ്ങ നീരുണ്ടെങ്കിൽ ഒഴിച്ച് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കട്ട് ചെയ്തത് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മുട്ട കൂടി ചേർക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയായ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.